നമസ്കാരം. നമസ്കാരം മോനെ, നമസ്കാരം. പൊന്നി പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം നല്ലതാണ്. അപ്പോഴേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിരന്തരം എൻ്റെ തത്സമയ സംപ്രേഷണം, തത്സമയ ലൈവ്, അതായത് ലൈവിലൂടെ നിരന്തരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ഞാൻ ഒരു നിശ്ചിത തുക പറഞ്ഞിട്ട് പറയും. അതാണ് 7558875593. അതിൽ എനിക്ക് പേയ്മെൻറ്റ് തരുന്നവരോട് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന്. അതായത് ലൈവിൽ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ വെറുതെ വന്ന് ചോദ്യം ചോദിക്കുന്നവർക്ക് ഉത്തരം തരില്ലെന്നും, മറിച്ച് എനിക്ക് പേയ്മെൻറ്റ് ഇത്ര രൂപ തുക തന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു മോനെ ആ ലൈവ് ഒന്നും തത്സമയമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണം. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, എന്നെ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി. അത് എടുത്ത് പറയുന്നുണ്ട്. എന്നെ കേൾക്കാനും കാണാനും ഇഷ്ടമുള്ളവരും, പ്രത്യേകിച്ച് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ ഇഷ്ടമുള്ളവർ ചാനലിലേക്ക് വന്ന് ചാനൽ, അതായത് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസുകൾ ചാനലിലേക്ക് ഇടില്ലേ. അപ്പോൾ എന്നെ ഇഷ്ടമുള്ളവർ, എന്നെ കാണാനും കേൾക്കാനും ആരൊക്കെ വരുന്നുണ്ടോ അവരെയൊക്കെ എനിക്ക് എൻ്റെ ചാനലിടണം. പിന്നെ എന്തിനാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ചാനൽ? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, അല്ലെങ്കിൽ നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ, രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, കാരുണ്യ പ്രവർത്തകരെന്ന് പറഞ്ഞ് നടക്കുന്നവർ, അതുപോലെ തന്നെ ഇതര മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. ആത്മീയത കൈകാര്യം ചെയ്യുന്ന ഏത് മേഖലയിലുള്ളവരായാലും, ഇനിയിപ്പോൾ ഇതൊന്നും തന്നെ ഇല്ലാത്തവരായാലും ക്യാമറയുടെ മുന്നിൽ നിൽക്കുവാനുള്ള ആത്മവിശ്വാസമുള്ളവരും എൻ്റെ ചാനലിലേക്ക് വരുന്നവരും എന്നെ അത്രയേറെ ഇഷ്ടമുള്ളവരും ഭയമില്ലാത്തവരും മാത്രമേ ഇതിലേക്ക് വരാവൂ എന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല, അതിൻ്റെ പേയ്മെൻറ്റും ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 5000 രൂപയൊന്നും ആയിരുന്നില്ല, 10000 രൂപ, 15000 രൂപ, 25000 രൂപ, 50000 രൂപയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. എന്തിനേറെ 1,00,000 രൂപ വരെ ഞാൻ ചോദിക്കുമായിരുന്നു. എന്നാൽ ഒരു കുട്ടി മാത്രമാണ്, അതായത് നിഹാദ് എന്ന് പറയുന്ന, തൊപ്പി എന്ന് പേര് പറയുന്ന ആ മോൻ മാത്രമാണ് ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിട്ട് 25,000 രൂപ തന്നത്. 25,000 രൂപ തന്നിരുന്നു ആ കുട്ടി. അപ്പോൾ നിഹാദ് തൊപ്പി എന്ന് പേരുള്ള. അപ്പോൾ അത് കൃത്യമായിട്ട് ആ മോൻ എനിക്ക് പൈസ തന്നു. ഞാൻ ആ മോനോട് 50,000 ചോദിച്ചത്. പക്ഷെ ആ കുട്ടി എന്തായാലും 25,000 രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ലൈവിൽ തത്സമയം തന്നെ നേരിട്ട് തന്നെ തന്നതാണ്. ഞാൻ നേരിട്ട് തത്സമയത്തിലൂടെ എനിക്ക് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ആ കുട്ടി തന്നു. പാവം കുട്ടി, എനിക്കിഷ്ടമാണ് ആ മോനെ. എന്താ പറയുക, പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പ്രാവർത്തികമാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് കൂടുതൽ തുക തന്നാൽ, കൂടുതൽ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന തുക തന്നാൽ മാത്രമേ സംസാരിക്കാൻ വരുള്ളൂ, നിങ്ങളുടെ ചാനലിൻ്റെ മുന്നിലിരിക്കുകയുള്ളൂ എന്ന്. കാരണം മോൻ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സമയങ്ങൾ ഞാൻ അത്ര കാലം, കുട്ടിക്കാലം മുതൽ ആർജിച്ചെടുത്ത എൻ്റെ എഴുത്തുകൾ, എൻ്റെ ചിത്രം വര, എൻ്റെ കഴിവുകൾ, ഞാൻ എന്തെല്ലാമാണോ പ്രാവർത്തികമാക്കിയത് അത് മുഴുവൻ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുകയും അതുപോലെ തന്നെ ക്യാമറയോട് ഒപ്പിയെടുക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നത്, ഓരോ വ്യക്തികളോടും പറഞ്ഞിരുന്നത്, നിങ്ങൾ നേരിട്ട് വരുമെന്ന്. അപ്പം നിങ്ങൾ മോൻ തന്നെ നേരിട്ട് വന്നപ്പോൾ അവിടെ എന്തെല്ലാം കാണാൻ കഴിഞ്ഞു? ധാരാളം ചിത്രങ്ങൾ. അതൊരു സെഷനാണ്. ധാരാളം ചിത്രങ്ങൾ, പിന്നെ എഴുത്തുകൾ, പിന്നെ ബാങ്ക്
ദിവ്യ ബാങ്ക്, ഇൻ്റർനാഷണൽ, ബെസ്റ്റ് ബാങ്ക്, ചില്ലറ പൈസയെല്ലാം അവിടെ കഴുകി ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്ന മോൻ കണ്ടോ? പിന്നെ അത് മാത്രമല്ല, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, പിന്നെ ഭക്ഷണം, പിന്നെ വസ്ത്രം, പിന്നെ പിന്നെ കാർഷികം, അങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ, ശില്പങ്ങൾ, പിന്നെ സൗഹൃദങ്ങൾ, അങ്ങനെ ധാരാളം. അപ്പോൾ ഇവയെക്കുറിച്ചൊക്കെ ഞാനൊരു ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്, ചാനൽ മുഴുവൻ പ്രചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടണം. അത് കുറഞ്ഞതൊന്നും പോരാ. മോനെ 5000 അല്ലേ പറയുന്നത്, ഞാൻ അതിൽ കൂടുതലായിരുന്നു പറഞ്ഞത്. പിന്നെ നിങ്ങൾ വന്നപ്പോഴെന്താ അത്രയായിപ്പോയെന്ന് വെച്ചാൽ, കുഞ്ഞു തുക ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ തുടക്കക്കാരാണ്, ആദ്യമായിട്ട് നിങ്ങളെ കാണുകയാണ്. തുക കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തണ്ട എന്ന് ഞാൻ കരുതി. നിങ്ങൾ വന്നപ്പോൾ ഒരു മോള് കണ്ടായിരുന്ന, പക്ഷെ ആ മോളുടെ കയ്യിൽ നിന്ന് ഞാൻ 1000 രൂപയെ വാങ്ങിച്ചുള്ളൂ. പക്ഷെ മോൻ്റെ കയ്യിൽ നിന്ന് 1500 വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ എന്താ, ഇനിയും നിങ്ങൾ വരണം, കാരണം നേരത്തെ 500 വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ ഇതിങ്ങനെ തുക കൂട്ടി വരും. എന്തിനാണ് ഇങ്ങനെ കൂട്ടുന്നത്? കാരണം നിങ്ങൾ വന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് ഓരോന്നും കാണുമ്പോഴാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ട് കേട്ട് അറിയുമ്പോൾ ഒരു വലിയ ലോകമാണ് നിങ്ങൾ കാണുന്നത്. വ്യത്യസ്തമായ ഒരു വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് വരെ കാണാത്ത, കേൾക്കാത്ത ചിന്തകളും കാര്യങ്ങളും ഒക്കെയുമാണ്. അത് നമ്മിലേക്ക് തന്നെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെയാണ് ആത്മീയത. കാരണം ഈ ലോകങ്ങൾ ഇത് മുഴുവനാണ് നമ്മൾ വെളിയിലും കാണുന്നത്. ആ വെളിയിൽ കാണുന്ന എല്ലാം നമ്മളിൽ ഒരു മനുഷ്യനിൽ നിന്നും, മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും വരുന്നതാണ് എന്ന ആത്മീയ ബോധത്തെയാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ കുഞ്ഞു തുകകൾ വാങ്ങിച്ചപ്പോൾ വലിയ തുക വാങ്ങിക്കുക. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇന്നലെയല്ല ഇരുന്ന് മോനെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ ഓർമ്മകളിൽ വന്നപ്പോൾ, മോൻ നല്ലൊരു കുട്ടിയാണെന്ന് എനിക്ക് കരുതി. ഞാൻ ഒന്ന് തീരുമാനിച്ചു, ഇനി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും, പണസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും, അതുപോലെ ഇൻ്റർവ്യൂകളെ, ഇത്തരത്തിലുള്ള പരസ്പര സംസാരങ്ങൾക്ക്, പിന്നെ അവിടെ എത്താനും, ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു വ്യക്തി കൂട്ടായ്മകൾ ഉണ്ടാക്കുവാനും, കൂട്ടായ്മയെന്ന് വെച്ചാൽ വ്യക്തികൾ ഇതുപോലെ ഇതിനോട്, അതായത് എന്നെ ഇഷ്ടമുള്ളവർ മാത്രം, അല്ലാത്തവരെ ആരും അവിടേക്ക് നമ്മൾ കൊണ്ടുവരരുത്. അല്ലാത്തവരെ കൊണ്ടുവന്നാൽ അവിടെ ബഹളങ്ങളായിരിക്കും. അങ്ങനെയല്ല, നമ്മളെന്താണ് ഇവിടെ തർക്കങ്ങളില്ലാതെ, വിമർശനങ്ങളില്ലാതെ പോകുക എന്നതാണ്. നമ്മളെന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ മതപ്രസ്ഥാനമോ ജാതി പ്രസ്ഥാനമോ അല്ല ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആത്മാവിനെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒക്കെയും കൈകാര്യം ചെയ്യുന്ന വിമർശനങ്ങളും അതുപോലെ തർക്കങ്ങളും ഒന്നുമില്ലാത്ത പരസ്പര സംസാരങ്ങളാണ്. അപ്പോൾ ആ സംസാരങ്ങൾക്ക് എന്താണ്, ആ വ്യക്തിയെ ഇഷ്ടമുള്ളവർ മാത്രമേ പങ്കെടുക്കാവൂ. അപ്പോൾ എനിക്ക് തോന്നി മോൻ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മോനെ അങ്ങ് ഏൽപ്പിക്കുക. എല്ലാ കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെക്കുറിച്ച് അറിയണം, കാണണം, മിണ്ടണം എന്നുണ്ടെങ്കിൽ മോൻ വേണം എമൗണ്ടൊക്കെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ എമൗണ്ടൊക്കെ ഒന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുക. അത് എനിക്കും മോനും ഒരുപോലെ ഗുണം ചെയ്യും. സാമ്പത്തികമായിട്ടും സൗഹൃദപരമായിട്ടും എനിക്കും എൻ്റെ പൊന്നിനും ഒരുപോലെ ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മോനെ അതിനകത്തിൽ, അതായത് മോനെ ഒരാളായിട്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ് കേട്ടോ. മോന് താല്പര്യക്കുറവുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അതെന്നോട് സംസാരിക്കാം, ഉണ്ടെങ്കിൽ പറയാം. എന്തായാലും ഇക്കാര്യത്തിൽ ഞാനൊന്ന് ഫിക്സ് ചെയ്യുന്നു,
മോനെ ഞാൻ ഇതിൽ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പല്ല കണ്ണ, തിരഞ്ഞെടുപ്പല്ല. ഞാൻ എന്താ എങ്ങനെയാണ് ഞാൻ ഇതിനെ വർണ്ണിച്ച് പറയാന്ന് എനിക്കറിയില്ല. എന്നെ ഇഷ്ടപ്പെട്ട് ആരെങ്കിലും എൻ്റെ സംസാരങ്ങൾ വേണം കാണണം എന്നുണ്ടെങ്കിൽ അത് മോനെ ഏൽപ്പിക്കുന്നു. മോൻ അതിൻ്റെ കാശും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ സാമ്പത്തികമായിട്ട് സൗഹൃദമായിട്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. എപ്പോഴും മടുപ്പ് തോന്നുന്നുണ്ടോ ആ നിമിഷം അങ്ങനെ നിർത്തുക. അതുവരെ നമുക്കിങ്ങനെ പോകാം. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ആർജിച്ചു വന്ന എൻ്റെ പഠന അറിവുകൾ, ഇത് ഞാൻ പഠന അറിവുകൾ മാത്രമല്ല, ഞാൻ സ്വയം വരിച്ചെടുത്ത അല്ലെങ്കിൽ നിരീക്ഷണ ബോധത്തോടുകൂടി കണ്ടെടുത്ത അല്ലെങ്കിൽ എന്നിലേക്ക് ഞാൻ പോലും അറിയാതെ വന്നെത്തപ്പെട്ട ചിന്തകൾ. അത് പറയുന്ന ലാസ്റ്റ് പറയാം, അവസാനം പറഞ്ഞതായിരിക്കും ശരി. എന്നിലേക്ക് ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് വന്നെത്തിയ എന്നെ തേടിയെത്തിയ എൻ്റെ ചിന്തകൾ, ആ ചിന്തകളൊക്കെ പോയി മറഞ്ഞപ്പോൾ ഞാൻ ശുദ്ധയായത്, എൻ്റെ മൈൻഡ് ക്ലീനായത്, മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയ ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ പ്രഭാഷണം പോലെ നമുക്കിത് തുടരാം കേട്ടോ. ഞാൻ മോന് ഈ തന്ന ശബ്ദ സന്ദേശം എനിക്ക് യൂട്യൂബ് ചാനലിലും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. എന്തായാലും എൻ്റെ പൊന്നിനെ ഞാൻ ഫിക്സ് ചെയ്തു. ഇനി ഒന്നുമില്ല, വേറെ ആരുമില്ല. ഞാൻ ഒരുപാട് പേരോട് ഇക്കാര്യം പറഞ്ഞതാ കുട്ടി, വർഷങ്ങൾക്ക് മുമ്പേ. ആണിനോടും പെണ്ണിനോടും ഒക്കെ ഇത് തന്നെ ആവർത്തിച്ചതാണ്. അപ്പോൾ എല്ലാവരും ദരിദ്രരാണ്. അവർക്ക് എന്താന്ന് വെച്ചാൽ എൻ്റെ അരികിൽ വരുമ്പോൾ അവരെ അതുവരെ ആർക്കും അവരെ വേണ്ട. എൻ്റെ അരികിൽ വന്ന് എൻ്റെ ക്യാമറയിലൂടെ ഈ ചാനലിലൊക്കെ അവരുടെ മുഖം കാണുമ്പോൾ മറ്റുള്ളവർ പറയും, എന്തിനാണ് നാഗയുടെ കൂടെ കൂടിയത്, അത് നിങ്ങൾക്ക് ദോഷം വരും എന്ന്. അതേപോലും എൻ്റെ കൂടെ കൂട്ടാവുമ്പോഴാണ് ഇവർക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ ആ രണ്ട് കൂട്ടരും, ഞാനും അവരും തുല്യമായിട്ട് പോവുകയാണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ പറയും ആ പാവങ്ങളെ ദുരുപയോഗം ചെയ്ത് എനിക്ക് കഴിയാനാണെന്ന്, എനിക്ക് സാമ്പത്തികം ഉണ്ടാക്കാനാണെന്ന്. അപ്പോഴും അവർക്ക് കിട്ടുന്നത് അവർ ചിന്തിക്കുന്നില്ല. പരസ്പരം കഴിക്കുന്നത് അതൊന്നും അവർ അന്നേരം ചിന്തിക്കുന്നില്ല. പരസ്പരം കഴിക്കുന്നത്, പണം കൈമാറുന്നത്, വസ്ത്രം കൈമാറുന്നത് ഒന്നും ചിന്തിക്കില്ല. ആരുടെയെങ്കിലും വാക്ക് കിട്ടിപ്പറ്റകൾ അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത ആ രീതിയാത്തും. മറ്റവർ ഈ പറഞ്ഞവർ ഇവരെ രക്ഷപ്പെടുത്തുമോ? അതുമില്ല. എൻ്റെ അടുക്ക വന്നാൽ ക്യാമറയിലൂടെയൊക്കെ ധാരാളം നല്ല സ്റ്റാൻഡേർഡ് ആളുകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ആ ലെവലിൽ അങ്ങ് പോകും. ഉന്നതമായ വിജയത്തിലേക്ക്, പദവിയിലേക്കും നല്ല സ്റ്റാൻഡേർഡ് ആളുകളുമായിട്ടൊക്കെ നമുക്ക് ഇടപെടാൻ തോന്നും. ലോക്കൽസ് മോൻ പറഞ്ഞതുപോലെ ഒരു ലോക്കൽസിൻ്റെ ഇതില്ലാതെ. പക്ഷെ എനിക്ക് വരുന്നതെല്ലാം ദരിദ്രരായ കൂട്ടുകാരാണ് കൂടുതലും. അവർ ക്യാമറയുടെ മുന്നിൽ വരില്ല. എല്ലാം ഈ പറഞ്ഞതുപോലെ ഓരോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം തൻ്റെ മുഖത്തെ പേടിക്കുന്നവരെ, തൻ്റെ മുഖം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരെ, പിന്നെ കള്ളന്മാരെന്ന് വെച്ചാൽ സമൂഹത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ അവരെ കാണുമ്പോൾ കളിയാക്കുമോ പരിഹസിക്കുമോ എന്നൊക്കെയുള്ള അപകർഷതാബോധം. അങ്ങനെ പിന്നെ മുഖം കൊള്ളത്തില്ല എന്നുള്ള അപകർഷതാബോധമുള്ളവരെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ഞാൻ ഒഴിവാക്കുക. പിന്നെ എന്നെ വിറ്റ് തിന്നുന്നു, എന്നെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നവരെ, ഉഡായിപ്പ് എന്നാ പറഞ്ഞ, നമ്മൾ ഇന്നലെ ഇൻ്റർവ്യൂ ചെയ്തില്ലേ, ഉഡായിപ്പ് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നവരെ, അത്രയും ആളുകളെ ഒന്നും ഞാൻ കൂട്ടുകൂടില്ല. അതിന് കൂട്ടുകൂടില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അത്തരം ആളുകൾ നമ്മുടെ കൂടെ വന്നാൽ തന്നെ പിന്നെ പരാതികളും പരിഭവങ്ങളും കരച്ചിലും പിഴിച്ചിലും എന്തോ എനിക്കിഷ്ടമല്ല. അപ്പോൾ മോനെ പോലെയും ഇത്തിരി നല്ല
സാമൂഹ്യ ബോധമുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നതാണ് എനിക്ക് എക്കാലവും എനിക്കിഷ്ടം. ഓക്കെ കണ്ണ.